സ്നേഹമുള്ളവരെ, സഭയിലെ ആദ്യത്തെ വേദസാക്ഷിയായ വിശുദ്ധ എസ്തഫാനോസ് സഹദായുടെ മരണശേഷം അദ്ദേഹത്തിൻ്റെ മൃതദേഹം സംസ്കരിക്കുന്നത് പൗലോസ് ശ്ലീഹായുടെ ഗുരുഭൂതനായ യഹൂദ പുരോഹിതൻ ഗമാലിയേലാണ്. AD 415 സ്തെഫാനോസിൻ്റെ മരണത്തിന് 4 നൂറ്റാണ്ടുകൾക്ക് ശേഷം ഈ പുരോഹിതൻ ജെറൂസലേമിലുള്ള ഒരു പുരോഹിതന് ദർശനത്തിൽ പ്രത്യക്ഷപ്പെടുകയും അതോടൊപ്പം തന്നെ മറ്റൊരു സന്യാസിക്കും പ്രത്യക്ഷപ്പെടുകയും ജെറൂസലേമിൽ അദ്ദേഹം തന്നെ സ്ഥാപിച്ച 3 കബറിടങ്ങളുണ്ടെന്നും അതിലൊന്ന് അദ്ദേഹത്തിൻ്റെയും പുത്രൻ്റേതുമാണെന്നും മറ്റൊന്ന് നിക്കോദേമോസിൻ്റെതാണെന്നും വേറൊന്ന് എസ്തഫാനോസിൻ്റെതാണെന്നും വെളിപ്പെടുത്തുകയും ചെയ്ത് അതിൻ്റെ പശ്ചാത്തലത്തിൽ ജെറൂസലേമിലെ ബിഷപ്പിൻ്റെ അനുവാദത്തോടുകൂടി 415 ആണ്ടിൽ ഈ കബറിടങ്ങൾ തുറക്കുകയും 3 കബറിടങ്ങൾ കണ്ടെത്തുകയും അതിലൊന്ന് ചുമന്ന കളറിലും മറ്റു 2 വെള്ള കളറിലും ആണ് കാണപ്പെടുകയും ചെയ്തത്. ചുമന്ന കളറിൽ കണ്ടെത്തിയത് സ്തെഫാനോസിൻ്റേതെന്ന് നിശ്ചയിക്കുകയും അദ്ദേഹത്തിൻ്റെ തിരുശേഷിപ്പ് സംഭവിച്ച ഇടങ്ങളിലും സ്പർശിച്ച ഇടങ്ങളിലുമൊക്കെ അന്ന് തന്നെ അത്ഭുതകരമായ രോഗസൗഖ്യവും ദൈവിക ശക്തിയും വെളിപ്പെടുന്നത് ജനം അനുഭവിച്ചറിയുകയും ചെയ്തു. സ്തെഫാനോസിൻ്റെ ഭൗതിക ശരീരം കണ്ടെത്തിയ ദിനത്തിൻ്റെ ഓർമ്മയ്ക്കായി ഓഗസ്റ്റ് മാസം 3-ാം തീയതി സ്തെഫാനോസിൻ്റെ നാമത്തിലുള്ള ദേവാലയങ്ങളിലെല്ലാം കല്ലിട്ട് തിരുനാളായി ആചരിക്കുന്നു. ഉഴവൂരിലും മലബാറിൻ്റെ ഉഴവൂരായ ചവതച്ചാലിലും മറ്റ് സ്തെഫാനോസിൻ്റെ നാമത്തിലുള്ള ദേവാലയങ്ങളിലുമൊക്കെ ഈ ദിനം വലിയ അനുഗ്രഹത്തിൻ്റെയും ദൈവ കൃപാവർഷത്തിൻ്റെയും ദിനമായി കാലാകാലങ്ങളായി നാം ഒക്കെ അനുഭവിച്ചറിയുന്നു. ഈ അനുഗ്രഹീത ദിനം ഇതാ എത്തിക്കഴിഞ്ഞു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ സ്തെഫാനോസിൻ്റെ ചൈതന്യം നമ്മളിൽ നിറയുവാൻ, അത്ഭുതങ്ങളും അടയാളങ്ങളും വഴി ദൈവത്തിൻ്റെ ശക്തി നമുക്ക് വെളിപ്പെടുത്തി തരുന്ന സ്തെഫാനോസിൻ്റെ മധ്യസ്ഥ ശക്തി അനുഭവിക്കുവാൻ ഈ തിരുനാൾ ആഘോഷം നമുക്കും കാരണമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഏവർക്കും ദൈവാനുഗ്രഹത്തിൻ്റെ ദൈവകൃപയുടെ നിറവ് അനുഭവിക്കുവാൻ സ്തെഫാനോസിൻ്റെ അത്ഭുതകരമായ ദൈവിക ശക്തി നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുവാൻ ഈ കല്ലിട്ട തിരുനാൾ കാരണമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഏവർക്കും കല്ലിട്ട തിരുനാളിൻ്റെ നന്മകളും ആശംസകളും സ്നേഹത്തോടെ നേരുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.